ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടിയുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നേ ദിവസം പാപികളുടെ മേൽ ഒഴുകുന്ന കർത്താവിന്റെ വലിയ കരുണയെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിൽ 1486 ഖണ്ഡികയിൽ ഒരു നിരാശയ്ക്ക് അടിമപ്പെട്ട ആത്മാവും കാരുണ്യവാന ദൈവവും തമ്മിലുള്ള മനോഹരമായ ഒരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തിന് ഭാവിയായ ആത്മാവ്, നിരാശയ്ക്ക് അടിമപ്പെട്ട ഒരു ആത്മാവ് കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: അങ്ങക്ക് ഇനിയും എന്നോട് കരുണ കാണിക്കുക അത് സാധ്യമായ കാര്യമാണ്, എനിക്ക് ഇനിയും കരുണയ്ക്ക് അവകാശമുണ്ട്. അപ്പോൾ ഈശോ ആ ആത്മാവിനോട് ഇങ്ങനെ പറയും: നിനക്ക് ഇനിയും എന്റെ കരുണയ്ക്ക് പ്രത്യേകമായ ഒരു അവകാശമുണ്ട്. ഇപ്പോൾ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞ നാളുകളിൽ പാപമല്ല. ഞാൻ കരുണയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഒരുക്കിയിരിക്കുന്ന ഈ സമയത്തും നിന്റെ വിശ്വാസക്കുറവാണ്, നിന്റെ നിസ്സംഗതയാണ് എന്റെ ഇപ്പൊ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ ഫൗസ്റ്റീനോട് ഇങ്ങനെ പറയുന്നുണ്ട്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കാണ് കർത്താവിന്റെ കരുണയിൽ ആശ്രയം വെക്കാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത്. നിന്റെ പാപം അതെത്ര വലുതാണെങ്കിലും അതിനേക്കാൾ മുകളിൽ ഉയർന്നു നിൽക്കുന്നതാണ് കർത്താവിന്റെ കാരുണ്യം. വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിൽ 1541 ഖണ്ഡിയിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്: ഒരാത്മാവ് താൻ അകപ്പെട്ടിരിക്കുന്ന ആ ഒരു ദുരിതത്തിന്റെ ഗൗരവം മനസ്സിലാക്കി, തന്റെ ആത്മാവിലുള്ള പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി, ഒരു കുഞ്ഞ് എങ്ങനെയാണോ തന്റെ വത്സല മാതാവിന്റെ പക്കലേക്ക് ഓടിച്ചെല്ലുന്നത്, അതുപോലെ ആ ആത്മാവ് എന്റെ പക്കലേക്ക് വരുമ്പോൾ ഞാൻ ആത്മാവിന് എന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഒരു പരിഗണന കൊടുക്കും. എന്റെ കരുണ കാണിക്കുന്നവരിൽ ഞാൻ പ്രത്യേകമായ മുൻഗണന ഞാൻ ആത്മാവിന് കൊടുക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ദൈവകരുണയുടെ അത്ഭുതം എന്താണെന്ന് വീണ്ടും വിശുദ്ധ ഫൗസ്റ്റീനയുടെ കർത്താവിനെ പറയുന്നുണ്ട്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇനിയൊരു പുനരുദ്ധാരണത്തിന് സാധ്യത ഇല്ലെങ്കിലും, ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെങ്കിൽ പോലും, ഇനി ഒരിക്കൽ പോലും അത് തിരിച്ചു വരാൻ പറ്റാത്ത വിധം എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു തോന്നിയാലും ദൈവത്തിന് മുമ്പിൽ അങ്ങനെയല്ല. ആ വ്യക്തിക്ക് ഇനിയും തിരിച്ചു വരാൻ സാധിക്കും. കർത്താവിന്റെ കരുണ ആ വ്യക്തിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണയെ നമ്മൾ നിസ്സാരമായി കണക്കാക്കരുത്. ഒരു മടിയില്ലാതെ, ലജ്ജയില്ലാതെ, സംശയമില്ലാതെ കർത്താവിന്റെ കരുണയിൽ ആശ്രയം നേടാൻ നമുക്ക് സാധിക്കണം. കർത്താവിന്റെ പക്കലേക്ക് വിശ്വാസത്തോടെ വന്ന ഒരാളെ പോലും കർത്താവ് നിരാശരാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ ഭാവികളുടെ മേലും ജനപദങ്ങളുടെയും രാജ്യങ്ങളുടെ മേലും കർത്താവിന്റെ വലിയ കരുണ ഒഴുകിയിറങ്ങാൻ വേണ്ടി ഈ നാളുകളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.